ഹായ് ഓൾ, നമ്മുടെ ടാസ്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇത്. ഇതിന് ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. കാൽക്കുലേറ്റ് ദ സ്ക്വയേഴ്സ് ബിലോ. താഴെയുള്ളതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ 29ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം അല്ലേ. 29ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. നമുക്കറിയാം അത് 29 ഈസ് ഈക്വൽ ടു 20 + 9 ആണ് അല്ലേ. അപ്പോൾ 29 സ്ക്വയർ കാണാനാകുമ്പോൾ 20 + 9 ഇത് ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി നമ്മൾ ഇവിടെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവിടെ 20 ഉണ്ട്, 9 ഉണ്ട്, 2 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളുടെ ആദ്യം കാണുന്ന നമ്പർ 20 അല്ലേ, അതിൻ്റെ സ്ക്വയർ ആദ്യം നമ്മൾ എഴുതാം. 20 സ്ക്വയർ പ്ലസ് ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കാണുന്ന ഈ 3 നമ്പറും കൂടെ ഗുണിക്കണം. 20 × 2 × 9 എന്ന് നമുക്ക് കിട്ടും. പ്ലസ് അടുത്ത നമ്പർ ഏതാണ്? 9 അല്ലേ. സോ ഇനി എഴുതേണ്ടത് 9ൻ്റെ സ്ക്വയർ എന്ന്. ഇനി ഈ 20യുടെ സ്ക്വയർ എന്താണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി, അതായത് 0യിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 0 അല്ലാത്ത നമ്പറിൻ്റെ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 20യുടെ 2 ആണ് ഉള്ളത് അല്ലേ, 0 അല്ലാത്തത്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 എന്നാണ് വരുന്നത്. ഇനി 0, എത്ര സീറോസ് ഇവിടെ കാണുന്നുണ്ട്? നമുക്ക് ഒരു 0 അല്ലേ കാണുന്നത്. അപ്പോൾ ആ ഒരു 0 ഉള്ള നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് 2 0 വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ 20യുടെ സ്ക്വയർ 400 എന്ന് വരും. പ്ലസ് 2 × 2 4 ആണ്, അതായത് 20 × 2 എന്ന് പറയുമ്പോൾ 40 വരും. ഇനി 40 × 9 എത്രയാണ് വരുന്നത്? 40 × 9 എന്ന് പറയുമ്പോൾ നമുക്ക് 360 വരും അല്ലേ. 360 പ്ലസ് 9ൻ്റെ സ്ക്വയർ നമുക്കറിയാലോ, 9ൻ്റെ സ്ക്വയർ 81 ആണ്. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 841 ആണ് നമുക്ക് ആൻസർ വരുന്നത് കേട്ടോ. സോ 29ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിൽ വേണം കണ്ടുപിടിക്കാനും. മനസ്സിലായല്ലോ. ഇനി അടുത്ത നമ്പറാണ് എന്ത്? 9 1/2 ഹോൾ സ്ക്വയർ എന്ന്. അപ്പോൾ 9 1/2 ഹോൾ സ്ക്വയറിൻ്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് 2 രീതിയിൽ എഴുതാം. 9 1/2 ദ ഹോൾ സ്ക്വയർ. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ 9 + 1/2 ദ ഹോൾ സ്ക്വയർ എന്ന മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. അതല്ലെങ്കിൽ 1/2യിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന് ഒരു ഇക്വേഷൻ ഉണ്ട്, അതായത് x 1/2 ദ ഹോൾ സ്ക്വയർ എന്ന ഈ ഒരു മെത്തേഡിലാണ് നമ്പേഴ്സ് വരുന്നതെന്നുണ്ടെങ്കിൽ x² + x + 1/4 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഇതാണ് എളുപ്പം എന്നാണ്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതാണ് എളുപ്പം. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സ് എന്താണ്? എക്സിന് പകരം ഇവിടെ വരുന്നത് 9 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാം. x 1/2 എന്നതിന് പകരം നമ്മൾ 9 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതും. 9 1/2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9² + 9 + 1/4 എന്ന് വരും. അതായത് 9² എന്ന് പറഞ്ഞാൽ 81 ആണ്. 81 + 9 + 1/4, അതായത് 81 + 9 എത്രയാണ്? 90 വരും അല്ലേ. 90 1/4 എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇതാവുമ്പോൾ നമുക്ക് അത്രയും സ്റ്റെപ്സൊക്കെ കുറച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് കേട്ടോ. ഓക്കെ, അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് 10 1/10 ദ ഹോൾ സ്ക്വയർ. 10 1/10 ഹോൾ സ്ക്വയറിനെയും നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? 10 1/10നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് 10 + 1/10 എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനേക്കാളും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് x 1/x ഹോൾ സ്ക്വയർ. ഈ ഒരു മെത്തേഡിൽ നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ? x² + 1/x² + 2, ഇതാണ് ആ ഒരു ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ x = 10 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. സോ 10 1/10 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 10 കൊടുക്കുക. 10² + 1/10² + 2. 10² എന്ന് പറഞ്ഞാൽ 100 ആണ്. ഞാൻ എന്ത് ചെയ്തു? ഈ നമ്പേഴ്സിനെ, അതായത് നമ്മുടെ സാധാ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇവിടെ ആകുമ്പോൾ ഇതെന്താണ്? ഫ്രാക്ഷണൽ നമ്പറാണ്. അതല്ലാത്ത ഫ്രാക്ഷൻ അല്ലാത്ത നമ്പേഴ്സിനെ ഞാൻ അടുത്തോട്ട് എഴുതാണ് കേട്ടോ. 100 + 2 + 1/10ൻ്റെ സ്ക്വയർ 100 ആണ് അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടും ആൻസറിൽ? 100 + 2 എന്ന് പറയുമ്പോൾ 102 1/100 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. വളരെ സിമ്പിളായിട്ട് കിട്ടിയല്ലോ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിൽ പറയുന്നത് ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ഓൾ പെയേഴ്സ് ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ 2 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഈ 2 ട്രയാങ്കിൾസിൻ്റെയും ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഒരു സൈഡും 2 ട്രയാങ്കിളിൻ്റെയും ഒരു സൈഡും അതിൻ്റെ എൻഡിലുള്ള ആംഗിൾസും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് 6 cm ആണ്, ഇവിടെയും 6 cmൻ്റെ ഒരു സൈഡ് കാണുന്നുണ്ട്. ഈ 6 cmന് 2 എൻഡിലുള്ള, ഇവിടെ ഒരു 50 ഡിഗ്രി ഇവിടെ ഉണ്ട്, അടുത്തതും 50 ഡിഗ്രിയാണ്, അടുത്ത ട്രയാങ്കിളിലും 50 ഡിഗ്രിയാണ്. അതേപോലെ 6 cmൻ്റെ ഒരു എൻഡിൽ 70 ഡിഗ്രിയാണ്, ഇവിടെയും അതാണ്. സോ ദീസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ ട്രയാങ്കിൾസ്. ഇതെന്ത് ട്രയാങ്കിളാണ്? രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, തുല്യ ത്രികോണങ്ങളാണെന്ന് പറയാം. അപ്പോൾ ഇനി ഇവിടെ എന്താ പറയുന്നത്? ഫൈൻഡ് ഓൾ പെയേഴ്സ് ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ എന്നാണ് പറയുന്നത്. അതായത്
ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മാച്ചിങ് ആംഗിൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, സൈഡ്സും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. മാച്ചിങ് ആംഗിൾസ് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്ത് കണ്ടുപിടിക്കണം, സൈഡും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഇവിടെ എന്താ ഇപ്പോൾ നമുക്ക് ആംഗിൾ എ, ഈ ട്രയാങ്കിളിലെ ആംഗിൾ എനോട് ഈക്വൽ ആയിട്ടുള്ള ഈ ട്രയാങ്കിളിൽ ഏതാണുള്ളത്, ആംഗിൾ എ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ഈ ട്രയാങ്കിളിൽ ആംഗിൾ 6 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ കണ്ടുപിടിച്ചു. ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കാതെ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ 6 ആണ്. ദെൻ ആംഗിൾ ബി ഈക്വൽ ടു, ബി എന്ന ആംഗിളിനോട് ഈക്വൽ ആയിട്ടുള്ളത് ഇതിൽ ഏതാണ്, ആംഗിൾ ക്യൂ ആണ് അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ഇതിന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു ട്രയാങ്കിളിനുള്ളിലുള്ള എല്ലാ ആംഗിൾസും കൂടെ അതിൻ്റെ സമ്മ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഇവിടെയും 50 ആണ് കാണുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള അടുത്ത ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും, നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റും. 180 മൈനസ് 50 പ്ലസ് 70 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് 60 എന്ന് കിട്ടും. അതായത് 180 മൈനസ് 120 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ആണ്. അപ്പോൾ രണ്ട് ആംഗിളും സി ആണെങ്കിലും പി ആണെങ്കിലും ഇവിടെ വരുന്നത് 60 ഡിഗ്രിയാണ് അല്ലേ, 60 ആണ്. സോ ആ ആംഗിളും ഈക്വൽ ആണ്. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ ആണ്. അതേപോലെ തന്നെ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ പി ആണ്. ഇനി ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ഇവിടെ ഏതൊക്കെ സൈഡ്സ് ആണ് ഈക്വൽ ആവുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ 6 ആണ്. അതായത് ഈ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ 6 ആണെന്ന് പറയും. ഈ ഇവിടെ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ ഒരു ആംഗിൾ ഈക്വൽ ആവുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പുറത്ത് കിടക്കുന്ന ആംഗിൾ ആയിരിക്കും, സൈഡ് ആയിരിക്കും അല്ലേ. അതായത് ഇതുമായിട്ട് ടച്ച് ചെയ്യാതെ, ഈ ഒരു ആംഗിളുമായിട്ട് ടച്ച് ചെയ്യാത്ത സൈഡ് ഏതാണോ അതാണ് ഇവിടെയുള്ള ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. സോ ബി സി ഈക്വൽ ടു, ബി സിയും ആംഗിൾ 6 എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്നത് എന്താണ്, ഇങ്ങനെ ഒരു സൈഡ് ഉണ്ടല്ലേ, പി ക്യു. ബി സി ഈക്വൽ ടു പി ക്യു എന്ന് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇനി ആംഗിൾ ബി ഈക്വൽ ടു ക്യു എന്നതിൽ നിന്നോ അത് നമുക്ക് എന്ത് കിട്ടും, ആംഗിൾ ബി എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ആംഗിൾ ബി. അതുപോലെ ആംഗിൾ ക്യു എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ വേറൊരു കളറിൽ കൊടുക്കാം. ക്യു ആണ് ഇത് ബി ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും അല്ലേ. അതായത് ഇവിടെ ആംഗിൾ എന്ന് പറയുന്നത് കേട്ടോ, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് പറയുമ്പോൾ ബിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്നത് എ സി അല്ലേ. എ സി ഈക്വൽ ടു ക്യൂ, ആംഗിൾ ക്യൂവിന് ഓപ്പോസിറ്റ് എടുക്കുന്നത് പി ആർ, എ സി ഈക്വൽ ടു പി ആർ എന്ന് കിട്ടും. ഇനി ആംഗിൾ സിയും ആംഗിൾ പിയും, ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് എന്താണ്, എ ബി ആണ് അല്ലേ. അപ്പോൾ എ ബി ഈക്വൽ ടു ആംഗിൾ പിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നതെന്ന് പറയുമ്പോൾ ക്യു ആർ. ഇത്രയും സൈഡ്സ്, അതായത് ഒരു ആംഗിൾ തന്നാൽ നമുക്ക് സൈഡ് ഏതൊക്കെയാണ് ഈക്വൽ ആവുന്നതെന്ന് നമുക്ക് ഇതിന് കണ്ടുപിടിക്കാൻ പറ്റും, ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ ആണെന്ന് തന്നാൽ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ ബിലോ ഒ ഇസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് എ ബി സി ആർ പോയിൻറ്റ്സ് ഓൺ ദ സർക്കിൾ. നിങ്ങളിവിടെ ഒരു സർക്കിൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് സർക്കിൾ അല്ലേ. ഈ സർക്കിളിലെ സെൻറ്റർ എന്ന് പറയുന്നത് ഒ ആണ്. അതേപോലെ എ ബി സി എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിനുള്ളിലുള്ള പോയിൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ സെൻറ്റർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇതിന് മനസ്സിലാവണം എന്ന് വെച്ചാൽ, ഈ ഒരു സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ സെൻറ്റർ അല്ലേ, ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്കൊക്കെ വരയ്ക്കുന്ന ലൈൻസ് ഉണ്ടല്ലോ, ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ റേഡിയസ് ആണ്. ഈ റേഡിയസ് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു സർക്കിളിൻ്റെ റേഡിയസ് എന്താണ്, ഈക്വൽ ആയിരിക്കുമെന്ന് നിങ്ങളുടെ മൈൻഡിലുണ്ടാവണം. ഇനി എയും ബിയും സിയും ഈ ഒരു സർക്കിളിൻ്റെ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഈ എ ബിയിലേക്കും ബിയിലേക്കും സിയിലേക്കും ഒക്കെ വരച്ചിട്ട് ആണ് ഈ ഒരു സർക്കിൾ ഈ ഒരു ട്രയാങ്കിളും കൂടെ നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് മനസ്സിലാക്കണം. വാട്ട് ആർ ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി എന്നാണ്. അതിന് മുമ്പ് ഇതിൻ്റെ കൂടെ വേറെ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടാവാറുണ്ട്. പൊതുവേ ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ഇവിടെയുള്ള ഈ സെൻറ്ററിലെ മറ്റൊരു ആംഗിളും കൂടെ കണ്ടെത്താൻ വേണ്ടി പറയാറുണ്ട്. അതായത് അതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്താം, ഇതൊരു സെൻറ്റർ ആണെങ്കിൽ അതിൻ്റെ ചുറ്റുഭാഗമുള്ള ആംഗിൾസ് എന്ന് പറയുന്നത് എത്ര വരും, 360 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റർ തന്നു, ഇതിൻ്റെ ഇവിടെയുള്ള ആംഗിൾ തന്നു, ഇവിടെയുള്ള ആംഗിൾ തന്നു, അത് രണ്ടും 120 ആണ്. സോ 120 പ്ലസ് 120 എത്രയാണ് വരുന്നത്, 240 വരും അല്ലേ. ഈ 240 ആണ് ഇപ്പോൾ ഇവിടെയുള്ള ഇത്രയും ആംഗിൾസ് 240 ആണ്. ഇനി ഇത് കംപ്ലീറ്റ്ലി എത്ര വരണം, 360 ആണ് നമുക്ക് വരേണ്ടത്. ഓക്കെ, അപ്പോൾ 360യിൽ നിന്നും 240 നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സെൻട്രലുള്ള ആംഗിൾ കിട്ടും. അപ്പോൾ ഏതോ ആയിക്കോട്ടെ, ഇതിന് ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇതിന് ചുറ്റും എത്ര വേണം ആംഗിൾ, ഏതൊരു ഫിഗർ ആണെങ്കിലും അതിന് ചുറ്റും വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 360 അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 240, അതായത് 120 പ്ലസ് 120 ചെയ്യുന്നത്, അതായത് 240 നമ്മൾ ഇതിന് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്, 120 തന്നെയാണ് അവിടെയും കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, അതും എന്തായിരിക്കും, 120 ആയിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അത് പൊതുവെ ഇതിൻ്റെ കൂടെ ചോദിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ അത് കാണുന്നില്ല കേട്ടോ. അതായത് BOC എന്ന് പറയുന്ന ഈ ആംഗിൾ 120 ആണ് നമുക്ക് കിട്ടി. ഇനി ഈ ABC ഇതിലുള്ള ആംഗിൾസാണ് നമ്മളോട് കാണാൻ പറയുന്നത്. ഈ മെയിൻ വലിയ ത്രികോണത്തിലുള്ള ആംഗിൾസാണ് നമ്മളോട് കാണാൻ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ, ഇതിലെ ചെറിയ ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഈ വരച്ചിട്ടുള്ള BABO അല്ലെങ്കിൽ BOA എന്നൊരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വരച്ചിട്ടുള്ള ഈ ഒരു റഫ് ഫിഗർ ആണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഈ ABO എന്ന ഈ ഒരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇതിലെ BO എന്ന് പറയുന്നതും AO എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്, AO ഈക്വൽ ടു BO. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ റേഡിയസ് ആണ് അല്ലേ, റേഡിയസ് അല്ലേ, യെസ്.
അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സ് ഈക്വലാണ്, എ ഒയും ബി ഒയും. ഇങ്ങനെ രണ്ട് സൈഡുകൾ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെ നമ്മളൊരു പേര് പറയുന്നുണ്ട്. എന്താണത്? ഐസോസിലസ് ട്രയാങ്കിൾ എന്നാണ് നമ്മളതിന് പേര് പറയുന്നത്. ഐസോസിലസ് ട്രയാങ്കിൾ. അതായത് ഞാനിതിന് ട്രിക്ക് പൊതുവെ പറഞ്ഞു കൊടുക്കാറുണ്ട്. രണ്ട് സൈഡ്, അതായത് നമ്മളിപ്പോൾ ഇതിന് എന്ത് പറയാമെന്നറിയാം? ഐസോ എന്ന് പറയുന്ന വെറുതെ ഒരു ടേം അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ ഈ സോ എന്ന് പറയുന്നത് എന്താണ്? കാണുക എന്നാണ് അല്ലേ? കണ്ടു എന്നൊരു മീനിങ് ആണ്. കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും എ ഒ ഈക്വൽ ടു ബി ഒ ആണ്. സോ ദിസ് ട്രയാങ്കിൾ ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. ഇങ്ങനെ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡ്സും അതിൻ്റെ ഈ ഈക്വൽ ആയിട്ടുള്ള സൈഡുകളുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളുകളും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ആംഗിൾ, ഈ ഒ എന്ന് പറയുന്ന ഈ ആംഗിൾ 120 ആണ് അല്ലേ? അതായത് ഈ ഒരു സൈഡും ഈ സൈഡും. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ വരയ്ക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു സൈഡും അതേപോലെ ഈ സൈഡും എന്താണ്? ഈക്വലാണ്. രണ്ടും റേഡിയസ് ആയതുകൊണ്ട് ഈക്വലാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. അതേപോലെ ഒന്നുകൂടെ ഞാൻ വരയ്ക്കുകയാണ്. ഈ ഒരു സൈഡിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്നത് ഈ ഒരു ആംഗിളാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്നത് ഈ ഒരു ആംഗിളാണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. നമുക്ക് ഒരു ആംഗിൾ തന്നു 120 ആണ്. അപ്പോൾ ആ രണ്ട് ആംഗിളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ 180 മൈനസ് ഒരു ട്രയാങ്കിളിനുള്ളിലുള്ള ആംഗിൾസിൻ്റെ സമ്മ എന്ന് പറയുന്നത് 180 ആണ്. അതിൽ നിന്നും 120 മൈനസ് ചെയ്യാം. അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? 60 ആണ് കിട്ടുന്നത് അല്ലേ? 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ 60 ഡിഗ്രി ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ എന്ത് കാണണം? 60 ഡിഗ്രി ആണ് ഇതിനെ ഈക്വൽ ആക്കുന്നത് അല്ലേ? 60 ഡിഗ്രി ആയിരിക്കും രണ്ടിൻ്റെയും സമ്മ കിട്ടുന്നത്. അതിന് നമ്മൾ ഈക്വൽ ആക്കണം. അതായത് ഈ ഒരു ആംഗിളും ഈക്വൽ ആണല്ലോ. അപ്പോൾ 60/2 എന്ന് പറയുന്നത് എന്താണ്? 30 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ആംഗിൾ ബി എ ഒ. സോ നമുക്ക് എന്ത് കിട്ടുമ്പോൾ ഞാൻ ഇത് മായ്ച്ചിട്ടാണ് ബാക്കി എഴുതുന്നത്. ബി എ ഒ ഈക്വൽ ടു എ ബി ഒ ഈക്വൽ ടു 30 ഡിഗ്രി ആണ് നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൽ നിന്നും കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു ആംഗിൾ കിട്ടിയില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ട്രയാങ്കിൾ ഇതുപോലെ കൺസിഡർ ചെയ്യണം. അത് ഏതാ വരുന്നത്? ഇതാ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം. കൺസിഡർ ട്രയാങ്കിൾ എ ഒ സി. നിങ്ങൾ അങ്ങനെ എഴുതണം കേട്ടോ. എഴുതുമ്പോൾ ഞാനിവിടെ അത്രയും എഴുതുന്നില്ല. എ ഒ സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ കൺസിഡർ എന്ന് എഴുതണം കേട്ടോ. നിങ്ങളിങ്ങനെ എഴുതുന്ന സമയത്ത് കൺസിഡർ ട്രയാങ്കിൾ എ ഒ സി. ഇതിലും എന്തുണ്ട്? ഒ എ ഈക്വൽ ടു ഒ സി ആണ്. കാരണം എന്താണ്? റേഡിയസ് ആണ്. രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്. ഇതിൻ്റെ റീസൺ ആയിട്ടാണ് റേഡിയസ് എന്ന് എഴുതേണ്ടത്. റേഡിയസ് ആകുമ്പോൾ അത് രണ്ടും ഈക്വൽ ആണ്. ഇതും എന്താണ്? സോ ദിസ് ട്രയാങ്കിൾ ഈസ് ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെയും എന്താണ്? 120 ആണ് ഈ ആംഗിൾ വരുന്നത്. അപ്പോൾ 180 മൈനസ് 120 ദാറ്റ് ഇസ് ഈക്വൽ ടു 60. ഇനി ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 180യിൽ നിന്ന് ഒരു സൈഡ് മൈനസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 60/2 ചെയ്യുക, 30 ഡിഗ്രി കിട്ടും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ആംഗിൾസും കിട്ടി. എന്ത്? 30 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇതേപോലെ തന്നെ അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. കൺസിഡർ ട്രയാങ്കിൾ ബി സി ഒ അല്ലെങ്കിൽ ഒ ബി സി കൺസിഡർ ചെയ്യുക. ഇവിടെ എന്ത് വരുന്നുണ്ട്? ബി ഒ ഈക്വൽ ടു ഒ സി വരുന്നുണ്ട്. സോ ദിസ് ട്രയാങ്കിൾ ഈസ് ഐസോസിലസ് ട്രയാങ്കിൾ. ദെൻ ഇതേപോലെ തന്നെ ഐസോസിലസ് ട്രയാങ്കിൾ ആകുമ്പോൾ 180 മൈനസ് 120 ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെയും എന്ത് കിട്ടി? 30 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള എല്ലാ ആംഗിൾസും എന്താണ്? 30 ഡിഗ്രിയാണ് കിട്ടുന്നത്. അതായത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ ആംഗിൾ 30 ആണ്, ഇതും 30 ആണ്, ഇത് 30 ആണ്, ഇതും 30 ആണ്, ഇത് 30 ആണ്, ഇതും 30 ആണ്. അപ്പോൾ നമുക്ക് ആംഗിൾ എ എന്ന് കൊടുക്കാം. എന്ത്? ആംഗിൾ എ ഈക്വൽ ടു 30 + 30 60. ആംഗിൾ ബി ഈക്വൽ ടു ഇവിടെയും എല്ലായിടത്തും 120 ആണ് സെൻറ്ററിലുള്ള ഒരു ആംഗിൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എല്ലായിടത്തും എന്താ കിട്ടിയിട്ടുള്ളത്? സെയിം ആ കിട്ടിയിട്ടുള്ളത്. ഇനി ഡിഫറൻ്റ് ആണ് വന്നതെങ്കിൽ മാറും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. ബി ഈസ് ഈക്വൽ ടു ഈ ഒരു ആംഗിൾ 30 ആണ്, താഴെയുള്ളതും 30 ആണ്. സോ 60 വരും. ഇനി സിയുടെ കേസിലാണെങ്കിലും എന്താ വരുന്നത്? അതേപോലെ തന്നെയാണ് വരുന്നത്. സോ ഈ മൂന്ന് ആംഗിളും 60 ഡിഗ്രി ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. എ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇങ്ങനെ രണ്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ അതിൽ ഒരു ആംഗിളാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി എ എന്ന ആ ഒരു ആംഗിൾ കണ്ടുപിടിക്കുന്ന സമയത്ത് രണ്ടും കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഈ ഒരു കാര്യം കുറേ പേർക്കൊക്കെ ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ. 64 എന്ന് പറയുന്നത് ഏത് നമ്പറാണ്? ഇവിടെ നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് ഉണ്ടാകുന്ന സമയത്ത്, റെക്റ്റാങ്കിൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? സ്ക്വയർ കണ്ടുപിടിക്കുന്നതാണ്. അത് നിങ്ങൾക്കറിയാലോ. ഇത് സ്ക്വയർ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ്. റെക്റ്റാങ്കിൾ മെത്തേഡ് വഴി നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണിത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ളതും ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കും, ഇവിടെയുള്ളതും ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ 64 സീറോ അല്ലാത്ത നമ്പർ ഏതാണോ? സീറോയിൽ എൻ്റെ ചെയ്യുന്ന നമ്പേഴ്സ് ആണെങ്കിൽ സീറോ അല്ലാത്ത നമ്പർ ഏതാ നോക്കാം. സീറോ അല്ലാത്ത നമ്പറോട് 64 ആണ്. ഈ 64 ഏതിൻ്റെ സ്ക്വയറാണ്? 64 എന്ന് പറയുന്നത് നമുക്കറിയാം 8ൻ്റെ സ്ക്വയർ ആണ്. 8ൻ്റെ സ്ക്വയർ ആണ്. ഇനി ഇവിടെ എത്ര സീറോസ് ഉണ്ട് നോക്കാം. ഇവിടെ സീറോസ് എത്ര ഉണ്ട്? 2 സീറോ ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസറിൽ ഇവിടെ ഒരു സീറോ ഉണ്ടാവും. ഒരു സീറോ ആയിട്ടുള്ള നമ്പറിൻ്റെ സ്ക്വയർ കാണുമ്പോഴാണ് നമുക്ക് 2 സീറോ കിട്ടുന്നത്. അപ്പോൾ ഇത് എന്താണ്? സ്ക്വയർ ആണ്. ഓൾറെഡി ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് മുകളിലുള്ളത് 80 ആണെന്ന് അറിയാം. ഇനി ഇവിടെയും എന്തായിരിക്കും? ഇതേപോലെ തന്നെ 80 ആണ് വരുന്നത് അല്ലേ? അങ്ങനെയല്ലേ വരിക? ഓക്കെ, അതായത് 80 × 80 ആണ് ഈ വരുന്ന 6400 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 80 × 80. ഇനി ഈ നമ്പർ എന്താണ്? ഇതും ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയറാണ്. അത് ഏതിൻ്റെയാണ്? 36 എന്ന് പറയുന്നത് 6ൻ്റെ സ്ക്വയർ അല്ലേ? സോ ഇവിടെയും 6 ആണ് വരുന്നത്, ഇവിടെയും 6 ആണ് വരുന്നത്. ഇനി നമുക്ക് ഈ ബോക്സ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് അറിയാം. നമുക്ക് 80 × 80 ആണ് 6400 വരുന്നത്. 80 × 6 ആണ് എന്ത് വരുന്നത്? 80 × 6 എന്ന് പറയുമ്പോൾ
480 എന്ന് വരും, 480. ഓക്കെ, ഇനിയോ ഇവിടെ അതേപോലെ തന്നെ വരുന്നത് 8 × 6 ആണ് വരുന്നത്. അപ്പോൾ 8 × 6 എന്ന് പറയുമ്പോൾ 48 വരും, 480 എന്നാണ് ആൻസർ വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ തരാം. ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ഇത് ഏത് നമ്പറാണെന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 86 എന്ന് കിട്ടും. ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് ഇത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 86 എന്ന് കിട്ടും. ഇനി ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് ദിസ് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. അതായത് ഏതൊക്കെ നമ്പേഴ്സ് അവിടെ ആഡ് ചെയ്യാനുള്ളത്? 6400. ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടില്ല, ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ എഴുതണം. 480, 480, 36 ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 9, 3, 7 ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുക കേട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അത് ചെയ്യണം. ഇവിടെ നമുക്ക് ഫൈൻഡ് എ ആൻഡ് ബി എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഇനിയും ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ.